കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകൻ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ സംഭവത്തിൽ 3 തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ബാലമുരുകനെ കണ്ടെത്തുന്നതിനുള്ള അന്വേഷണം തമിഴ്നാട് സർക്കാർ ക്യൂ ബ്രാഞ്ചിന് കൈമാറി. ബാലമുരുകനായി കേരള പോലീസ് തമിഴ്നാട്ടിൽ അന്വേഷണം ഊർജിതമാക്കി. പന്തൽഗുഡി SI നാഗരാജനടക്കം 3 പേർക്കെതിരെയാണ് നടപടി. ഭക്ഷണം കഴിച്ച ശേഷം പ്രതിക്ക് കൈവിലങ്ങ് അണിയിക്കാതിരുന്ന വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയാണ് നടപടി. നിലവിൽ സമാന്തരമായി തമിഴ്നാട് പോലീസ് നടത്തുന്ന അന്വേഷണം ക്യൂ ബ്രാഞ്ചിന് കൈമാറി. തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകന് വേണ്ടിയുള്ള തിരച്ചിൽ 4ാം ദിനവും കേരള പോലീസ് ഊർജിതമായി തുടരുകയാണ്. തമിഴ്നാട് കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ. തമിഴ്നാട് പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് വിയൂർ ജയിലിന്റെ 50 മീറ്റർ മാത്രം അകലെ വെച്ചാണ് ബാലമുരുകൻ രക്ഷപ്പെട്ടത്. മൂത്രമൊഴിക്കാൻ വാഹനം നിർത്തിയപ്പോൾ കടന്നു കളഞ്ഞുവെന്നാണ് മൊഴി. ഭക്ഷണം കഴിക്കാൻ നേരം അഴിച്ച കൈവിലങ്ങ് പൂട്ടിയിരുന്നില്ല എന്നും തമിഴ്നാട് പോലീസ് പറയുന്നു. പിന്നീട് തൃശൂരിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ച് ബാലമുരുകൻ രക്ഷപ്പെട്ടു എന്നാണ് കേരള പോലീസിന്റെ കണ്ടെത്തൽ. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.